ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഉണ്ണികൾക്ക് ഫീവറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ മുന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് ഇത് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇത് വെറുതെ ഇരുന്നപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റൺമോൾക്ക് സ്കൂളിൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് ക്ലാസ് ഫസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് A+ ഒക്കെ കിട്ടി. അപ്പോൾ ഫീവറും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ പുറത്ത് പോവുക എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു. കുറേ ദിവസമല്ല തണുത്തൊക്കെ കുടിച്ചിട്ട്. പിന്നെ എനിക്ക് പേടിയായിരുന്നു വാങ്ങാൻ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ മാറിയിട്ടുള്ളൂ, അപ്പോഴേക്കും പിന്നെയും ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും കൂടുമോയെന്ന് വെച്ചാൽ ആകെ പേടിയായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും പോവുകയാണെങ്കിൽ ഇവിടേക്ക് തന്നെയാട്ടോ നൈറ്റ് ടൈം പോവാം, ജ്യൂസ് കുടിക്കുക. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. കുറേ ടൈം കഴിഞ്ഞപ്പോഴാണ് ജ്യൂസ് എത്തിയത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അവർ ക്ലോസ് ചെയ്യുന്ന ടൈമായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഒന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. പിന്നെ അത് കുടിച്ച് തീർക്കാൻ പിന്നെയും എടുത്തു ഒരു അരമണിക്കൂർ. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്കും ചെറുതായി കോൾഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഷാർജ ഷേക്ക്. പിന്നെ ഇവർക്ക് ഓർഡർ ചെയ്തപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞു. പിന്നെ കേങ്ങ് വാങ്ങിയില്ല കേട്ടോ. കേക്കും കോൾഡും കാര്യങ്ങളൊക്കെ അത് തീരെ മാറിയിട്ടില്ല. എനിക്ക് ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ദിവസം പിന്നെയും കോൾഡ് കൂടി. ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉണ്ണികൾ അപ്പുറത്തെ സൈഡിലിരുന്ന് കുടിച്ചു, ഞാൻ ഇപ്പുറത്തെ ഈ സൈഡിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റൈമോൾ പറഞ്ഞു വാ ഞങ്ങൾ എടുത്തിരിക്കും ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് പോയി. പിന്നെ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ 2 പേരും അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്തിട്ട് കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് ഞങ്ങൾ വരുന്ന നേരത്തെ അങ്ങനെ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് അകത്ത് കയറിയതിൻ്റെ ശേഷം ചെറുതായിട്ട് ചാറി. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് ഇനി കോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, പോണേരത്ത് നല്ല മഴ പെയ്യാവോന്ന്. ഭാഗ്യത്തിന് അങ്ങനെ മഴ ഒന്നും പെയ്തൊന്നുമില്ല, ചാറിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല തണവുണ്ടായിട്ട് അതുകൊണ്ട് അവർ നല്ല സ്ലോവിലാണ് കഴിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഞാൻ വേഗം കുടിച്ചു, എൻ്റെത് വേഗം കാലിയാക്കി. എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തണവുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികളല്ലേ അവർക്ക്, അതുകൊണ്ട് അവർ നല്ല സ്ലോവിലാണ് കഴിച്ചിരുന്നത്. അത് നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് കുടിച്ച് കഴിയാനും കുറേ ടൈം എടുത്തു. കണ്ട കുറേ നട്ട്സ് ഉണ്ടായിരുന്നു അതിൽ. അത് ഇവർ രണ്ടാളും അങ്ങോട്ട് കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. പിന്നെ റൈമോൾ ഫുള്ള് കുടിച്ചു. റെനമോൾ അത്ര അങ്ങോട്ട് കുടിച്ചില്ല. റെനമോൾ കുറച്ച് കുടിച്ചോളൂ. ബാക്കി റൈമോൾ തന്നെ കഴിച്ചു. പിന്നെ അവിടെ റെഡ് സ്കൂട്ടി ഉണ്ടോ, അത് അല്ല കേട്ടോ നമ്മളത് മറ്റേ ബ്ലൂ ആണ്. പിന്നെ റെനമോൾ പുറത്തിറങ്ങി നിന്നിട്ട് നമ്മൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഓരോ ആഡ് കാണുമല്ലോ, ഇങ്ങനെ ഓരോ കടകളവിടെ കടകൾക്ക് ഇങ്ങനെ ബോർഡൊക്കെ കാട്ടിയിട്ട് എന്തോ അതേപോലെ എന്തുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തെന്നുള്ളൂ. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ആ ചാറിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നു അത്. പിന്നെ പോണ വഴിക്ക് എനിക്കൊരു തലവേദനയുടെ ഗുളിക വാങ്ങാനുണ്ടായി, അത് വാങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നല്ല ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റെനമോൾക്കെന്ന് വെച്ചാൽ നല്ല തണവുണ്ടായി കൈയൊക്കെ. ഞാൻ എപ്പോഴും ഇങ്ങനെ വണ്ടിമ്മ പോകുമ്പോൾ ഇങ്ങനെ കൈ ഞങ്ങൾ രണ്ടാളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കും. അപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ നല്ല തണവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം ബൈ ബൈ, ടേക്ക് കെയർ.